ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ഡൽഹി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരെ ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ച് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ജസ്റ്റിസിന്റെ വീട്ടിൽ നിന്ന് പണം കണ്ടെത്തിയ സംഭവത്തിലാണ് അന്വേഷണം. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്ക് ഔദ്യോഗിക ചുമതലകൾ നൽകരുതെന്ന് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന നിർദ്ദേശം നൽകി. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. ബൽറാം, എന്തൊക്കെയാണ് ഇക്കാര്യത്തിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ നിർദ്ദേശം? ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക അന്വേഷണത്തിന് ഒരു ഉത്തരവിറങ്ങുന്നത് ഇതാദ്യമായാണല്ലോ. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ ഈ സംഭവത്തിൽ വാർത്തയിലൂടെ ഇത് പുറത്തു വന്നു എങ്കിൽ പോലും ഇക്കാര്യത്തിൽ ഔപചാരികമായ ഒരു നടപടി ഉണ്ടാകുന്നത് ആദ്യമാണ് എന്ന് തന്നെ പറയാം. ഈ വസതിയിൽ നിന്നും അനധികൃതമായി വൻതോതിൽ പണം കണ്ടെത്തിയ സംഭവത്തിൽ ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയ്ക്കെതിരെ ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. 3 അംഗ അന്വേഷണ സമിതിയെയാണ് ഇതിനായി രൂപീകരിച്ചിരിക്കുന്നത്. ഈ അന്വേഷണ സമിതിയിൽ പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഷീൽ നാഗു, ഹിമാചൽ പ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് GS സന്താവാലിയ, കർണാടക ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് അനു ശിവരാമൻ എന്നിവരടങ്ങുന്നതാണ് ഈ 3 അംഗ സമിതി. ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ ഈ സംഭവത്തിൽ ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് DK ഉപാധ്യായ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തുടർന്ന് 3 അംഗ അന്വേഷണ സമിതിക്ക് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് രൂപം നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ അന്വേഷണം പൂർത്തിയാകുന്നത് വരെ ജസ്റ്റിസ് ഈ ആരോപണ വിധേയനായ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്ക് എതിരെ മറ്റ് ചുമതലകൾ ഒന്നും നൽകരുത് എന്ന് ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നൽകിയ റിപ്പോർട്ട്, ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ജഡ്ജി യശ്വന്ത് വർമ്മ നൽകിയ വിശദീകരണം എന്നിവ പരസ്യപ്പെടുത്താനും സുപ്രീം കോടതി തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം ഈ വിഷയം സംബന്ധിച്ചുള്ള ദുരൂഹതകൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ ഈ വിഷയത്തിൽ തനിക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയില്ല എന്ന തരത്തിലുള്ള വിശദീകരണമാണ് നൽകിയിരിക്കുന്നത് യശ്വന്ത് വർമ്മ എന്നും സൂചനകളുണ്ട്. പ്രത്യേകിച്ചും ഈ സംഭവം നടക്കുന്നത് ഹോളി ദിനത്തിലാണ്. അന്ന് അദ്ദേഹവും കുടുംബവും വസതിയിൽ ഉണ്ടായിരുന്നില്ല. ഔദ്യോഗിക വസതിയിൽ സ്ഥിരം സെക്യൂരിറ്റി ചുമതലയുള്ള ഉദ്യോഗസ്ഥരും ഇല്ലാത്ത ഒരു ദിവസമാണ് ഇത്തരത്തിൽ ഔട്ട് ഹൗസിൽ തീപിടുത്തമുണ്ടാവുകയും അതിനിടെ വൻതോതിൽ പണം കണ്ടെത്തുകയും ചെയ്തതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ 3 അംഗ സമിതിയുടെ അന്വേഷണത്തിലൂടെ ഈ സംഭവത്തിൽ വ്യക്തതയുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിജയകുമാർ. ജസ്റ്റിസ് വർമ്മയ്ക്ക് ഔദ്യോഗിക ചുമതലകൾ നൽകരുത് എന്ന് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന നിർദ്ദേശം നൽകിയെന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. തന്നെയുമല്ല, ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നൽകിയ റിപ്പോർട്ട് സുപ്രീം കോടതി പരസ്യപ്പെടുത്താൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ സുതാര്യമായ ഒരു അന്വേഷണത്തിന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നിർദ്ദേശം നൽകി എന്നതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇടുക്കി തൊടുപുഴയിൽ കാണാതായ ബിജു ജോസഫിനെ ബിസിനസ് പങ്കാളി കൊട്ടേഷൻ നൽകി കൊലപ്പെടുത്തിയതെന്ന് പോലീസ്. കലന്താനിയിലെ കാറ്ററിംഗ് ഗോഡൌണിലെ മാൻഹോളിൽ നിന്നാണ് ബിജു ജോസഫിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ബിസിനസ് പങ്കാളി ജോമോനും കൊട്ടേഷൻ സംഘത്തിലെ 2 പേരും പോലീസ് പിടിയിലായി. പ്രതി ജോമോനുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. കഴിഞ്ഞ വ്യാഴാഴ്ച പുലർച്ചെ 4 മണിയോടെയാണ് വീടിന് പുറത്തിറങ്ങിയ ബിജു ജോസഫിനെ 4 അംഗ സംഘം കാറിൽ തട്ടിക്കൊണ്ടുപോകുന്നത്. വാഹനത്തിനുള്ളിൽ വെച്ച് കൊലപ്പെടുത്തിയ ബിജുവിനെ കലയന്താനിയിലുള്ള കേറ്ററിംഗ് ഗോഡൌണിലെ മാൻഹോളിനുള്ളിൽ മറവ് ചെയ്തു. ബിജുവിനെ കാണാനില്ലെന്ന ഭാര്യയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണമാണ് കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത്. സംഭവ ദിവസം എറണാകുളത്ത് നിന്ന് തൊടുപുഴയിലെത്തിയ കാപ്പ കേസ് പ്രതിയെ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്തതോടെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി. കച്ചവട പങ്കാളിയായ ജോമോനുമായി ഉണ്ടായിരുന്ന സാമ്പത്തിക തർക്കത്തെപ്പറ്റി ബിജുവിന്റെ ബന്ധുക്കളും പോലീസിനോട് പറഞ്ഞു. തുടർന്ന് ജോമോൻ, മുഹമ്മദ് അസ്ലം, ബിബിൻ എന്നിവരെ കസ്റ്റഡിയിലെടുത്തു. ഇവരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കലയന്താനിയിലെ കേറ്ററിംഗ് ഗോഡൌണിൽ നടത്തിയ പരിശോധനയിൽ മൃതദേഹം കണ്ടെത്തി. കലയന്താനിയിൽ ബിജുവും ജോമോനും നടത്തിയിരുന്ന ദൈവമാതാ കേറ്ററിംഗ് സർവീസിലെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊട്ടേഷൻ കൊലപാതകത്തിന് കാരണം. ജോമോൻ ഉൾപ്പെടെയുള്ള പ്രതികൾ കുറ്റം സമ്മതിച്ചു. കേസിലെ 4ാം പ്രതിയായ ആഷിഖ് കാപ്പ കേസിൽ എറണാകുളത്ത് റിമാൻഡിലാണ്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. 24 ഇടുക്കി.
കോഴിക്കോട് ഇങ്ങാപ്പുഴയിലെ ഷിബില കൊലപാതകത്തിൽ താമരശ്ശേരി ഗ്രേഡ് SI നൌഷാദിനെ സസ്പെൻഡ് ചെയ്തു. സ്റ്റേഷൻ PRO കൂടിയായ നൌഷാദിന് ഷിബിലയുടെ പരാതി കൈകാര്യം ചെയ്തതിൽ വീഴ്ച പറ്റിയെന്ന കണ്ടെത്തലിലാണ് നടപടി. ഭർത്താവ് യാസറിന്റെ ശല്യത്തെപ്പറ്റി പോലീസിൽ അറിയിച്ചിട്ടും നടപടി ഉണ്ടായില്ല എന്ന് കുടുംബം ആരോപിച്ചിരുന്നു. ലഹരിക്കടിമയായ ഭർത്താവ് യാസറിന്റെ ശല്യം സഹിക്കാൻ കഴിയാതെ കഴിഞ്ഞ മാസം 28-നാണ് ഷിബില താമരശ്ശേരി പോലീസിൽ പരാതി നൽകിയത്. രണ്ടുപേരെയും സ്റ്റേഷനിൽ വിളിച്ചു വരുത്തുകയല്ലാതെ കൂടുതൽ നടപടികളിലേക്ക് പോലീസ് കടന്നില്ലെന്ന് കുടുംബം ആരോപിച്ചിരുന്നു. കഴിഞ്ഞ 28-ാം തീയതി സ്റ്റേഷനിൽ പോയി എല്ലാ വിവരങ്ങളും വെച്ച് ഓൻ്റെ ലഹരിൻ്റെ ഉപയോഗങ്ങളും എല്ലാം വെച്ചിട്ട് കറക്റ്റ് എഴുതി അവിടെ വിവരങ്ങൾ പറഞ്ഞു കൊടുത്തതാണ്. ഒരുപാട് തവണ ഞങ്ങൾ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് അവരതിനെപ്പറ്റി യാതൊരു നടപടി എടുത്തില്ല. ശരിക്കും അന്ന് എന്തെങ്കിലും ഒരു നടപടി പോലെ കറക്റ്റായിട്ട് എടുത്തിനൊന്നും എൻ്റെ മോളെ പെടുത്തി ജീവനുണ്ടാവുമായിരുന്നു. കുടുംബത്തിന്റെ ആരോപണത്തിന് പിന്നാലെയാണ് പോലീസിന്റെ വകുപ്പ് തല നടപടി. താമരശ്ശേരി ഗ്രേഡ് SIയും സ്റ്റേഷൻ PROയുമായ നൌഷാദിനെയാണ് സസ്പെൻഡ് ചെയ്തത്. ഇന്ന് താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലെത്തിയ റൂറൽ SP KE ബൈജു സസ്പെൻഷൻ ഓർഡർ നേരിട്ട് കൈമാറി. വീഴ്ച ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഗ്രേഡ് SIയെ സസ്പെൻഡ് ചെയ്തതെന്ന് റൂറൽ SP പ്രതികരിച്ചു. യാസറിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ ഷിബിലിയുടെ മാതാപിതാക്കൾ കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും തിരികെ വീട്ടിലെത്തിയത്. അതേസമയം പ്രതിക്കായി അന്വേഷണ സംഘം ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും. ശേഷം സംഭവ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുക്കുകയും ചെയ്യും. 24 കോഴിക്കോട്. ഒറ്റമൂലി രഹസ്യം അറിയാൻ മൈസൂരുവിലെ പാരമ്പര്യ വൈദ്യൻ ഷാബാസ് ഷെരീഫിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസിൽ ഒന്നാം പ്രതി ഷൈബിൻ അഷറഫിന് 13 വർഷവും 9 മാസവും തടവ് ശിക്ഷ. മഞ്ചേരി 1ാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 3 പ്രതികൾക്ക് ശിക്ഷ വിധിച്ചത്. ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഷാബാസ് ഷെരീഫ് വധക്കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 3 പ്രതികളുടെ ശിക്ഷ ഇങ്ങനെ. ഒന്നാം പ്രതി ഷൈബിൻ അഷറഫ് 13 വർഷവും 9 മാസവുമാണ് തടവ് ശിക്ഷ. ഗൂഢാലോചന, തടവിൽ പാർപ്പിക്കൽ, മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് തെളിഞ്ഞത്. 2,45,000 രൂപ പിഴയൊടുക്കണം. രണ്ടാം പ്രതി ഷിഹാബുദ്ദീൻ 8 വർഷവും 9 മാസവും ശിക്ഷ, 60,000 രൂപ പിഴ. ആറാം പ്രതി നിഷാദ് 5 വർഷവും 9 മാസവും തടവ് ശിക്ഷ, 30,000 രൂപ പിഴ. ശിക്ഷാവിധിയിൽ തൃപ്തിയെന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ കൃഷ്ണൻ നമ്പൂതിരി. എനിക്കൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ജഡ്ജ്മെന്റ് എന്നുള്ളതാണ് പറയാൻ വേണ്ടി കാര്യം. പൊതുവേ നല്ല ഒരു വിധിയാണ്. ഒരു ഈ ചെയ്ത കുറ്റത്തിൻ്റെ ഗൗരവം പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് അതിനനുസരിച്ചുള്ള ഒരു വിധിയാണ് എന്ന് പറയാൻ പറ്റും. വിചാരണ നേരിട്ട 12 പേരിൽ 9 പേരെ വെറുതെ വിട്ടിരുന്നു. ഇതിൽ അപ്പീൽ പോകുന്ന കാര്യം പിന്നീട് തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പിഴയായി ഒടുക്കുന്ന പണം ഷാബാസ് ഷെരീഫിന്റെ കുടുംബത്തിന് കൈമാറണം. ഒറ്റമൂലിയുടെ രഹസ്യമറിയാൻ മൈസൂരുവിലെ പാരമ്പര്യ വൈദ്യനായ ഷാബാസ് ഷെരീഫിനെ 2019 തട്ടിക്കൊണ്ടുവരികയും 2020 ഒക്ടോബർ വരെ മുക്കട്ടയിലെ ഷൈബിൻ അഷറഫിന്റെ വീട്ടിൽ തടങ്കലിൽ പാർപ്പിക്കുകയും ചെയ്തു. ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തി. ശേഷം മൃതദേഹം വെട്ടിനുറുക്കി ചാലിയാർ പുഴയിൽ തള്ളി എന്നതാണ് കേസ്. ശാസ്ത്രീയ പരിശോധനകളുടെയും മൊഴികളുടെയും മാത്രം അടിസ്ഥാനത്തിൽ പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞത് കേരള പോലീസിന്റെ കേസന്വേഷണത്തിൽ അപൂർവങ്ങളിൽ അപൂർവമാണ്. വിപിൻ സി വിജയൻ, 24 മലപ്പുറം. ആശാ വർക്കേഴ്സ് ഉയർത്തുന്ന വിഷയങ്ങളിൽ കേന്ദ്ര നയം മാറാതെ സംസ്ഥാന സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. സമരത്തിൽ സംസ്ഥാന സർക്കാരിനെയും മന്ത്രി വീണ ജോർജിനെയും കുറ്റപ്പെടുത്താനില്ല എന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണം. അതേസമയം സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധം കടുപ്പിച്ച് കൂട്ട ഉപവാസത്തിലേക്ക് കടക്കുകയാണ് ആശാ വർക്കേഴ്സ്. ആശാ വർക്കേഴ്സിന്റെ സമരത്തോട് വിട്ടുവീഴ്ചയില്ലെന്ന് ആവർത്തിക്കുകയാണ് സംസ്ഥാന സർക്കാർ. കേന്ദ്ര നയം മാറ്റാതെ സംസ്ഥാന സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയെ കാണാൻ ഇനിയും അനുമതി തേടുമെന്നും മന്ത്രി. അദ്ദേഹത്തോടുള്ള ചർച്ചയിൽ ഒരിക്കൽ കൂടി നമുക്ക് അടുത്ത ദിവസം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോയിന്റ്മെന്റ് കിട്ടുകയാണെങ്കിൽ, അതിന് മറുപടി ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നിലപാടിൽ സർക്കാർ ഉറച്ചു നിൽക്കുമ്പോൾ ആശാ വർക്കേഴ്സ് സമരം കടുപ്പിക്കുകയാണ്. തിങ്കളാഴ്ച സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൂട്ട ഉപവാസമിരിക്കാനാണ് തീരുമാനം. ഇതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് 24-ാം തീയതി ഇവിടെ കടന്നെത്തുന്ന മുഴുവൻ ആശാ വർക്കർമാരും അതോടൊപ്പം നമ്മളെ പിന്തുണച്ചു വന്ന മുഴുവൻ സംഘടനകളും അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുള്ള കൂട്ട ഉപവാസമാണ്. അന്നേ ദിവസം ജില്ലകളിൽ അതത് സെന്ററുകളിൽ ആശാ വർക്കർമാർ ഈ ഉപവാസത്തിൽ പങ്കെടുക്കും. അങ്ങനെ ഈ നിരാഹാര സമരം തന്നെ അതൊരു സംസ്ഥാനതല നിരാഹാരമായി മാറാൻ പോവുകയാണ്. അതേസമയം ആശാ വർക്കേഴ്സിന്റെ സമരവേദി സന്ദർശന വിവാദത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രതികരണവുമായി എത്തി. ആശാ വർക്കേഴ്സിനെ താൻ കണ്ടത് ആത്മാർത്ഥമായെന്ന് സുരേഷ് ഗോപി. ആശാ വർക്കേഴ്സിന്റെ പ്രശ്നങ്ങളിൽ സംസ്ഥാന സർക്കാരിന് എടുത്തുചാടി തീരുമാനമെടുക്കാൻ കഴിയില്ലെന്നും സുരേഷ് ഗോപി. അവരുടെ ആത്മാർത്ഥമായിട്ടാണ് പോയത്.
ആ ആത്മാർത്ഥത അവസാനം വരെ ഉണ്ടാവും. പറയാനുള്ളത് JP നഡ്ഡ പാർലമെന്റിൽ പറഞ്ഞല്ല, ആ പറഞ്ഞത് തന്നെയാണ്. സമരത്തിന് ഐക്യദാർഢ്യം അർപ്പിച്ച് കാസർഗോഡ് നിന്നുള്ള ആശാവർക്ക് സമരവേദിയിലെത്തി. കന്നഡയിൽ മുദ്രാവാക്യം വിളിച്ച് ഐക്യദാർഢ്യം. രാപ്പകൽ സമരത്തിന് 41ാം ദിവസവും നിരാഹാര സമരത്തിന്റെ 3ാം ദിവസവുമായി ഇന്ന് കോൺഗ്രസ് നേതാക്കളും സമരപ്പന്തലിലെത്തി. 24 തിരുവനന്തപുരം. അതേസമയം ആശാവർക്കേഴ്സിനെ രൂക്ഷമായി വിമർശിച്ച് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. കേന്ദ്രത്തോട് ആവശ്യങ്ങൾ പറയാൻ നട്ടെല്ല് വേണമെന്നും കേന്ദ്രമന്ത്രി വന്നപ്പോൾ മണിമുറ്റ താവണിപ്പന്തൽ പാടിയെന്നും മന്ത്രി വിമർശിച്ചു. മന്ത്രിയുടെ പരാമർശത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തി. തൊഴിലാളി വർഗ പാർട്ടി എന്ന് പറയുന്നവർക്ക് ആശാസമരത്തോട് പുച്ഛമാണെന്ന് VD സതീശൻ കുറ്റപ്പെടുത്തി. കേന്ദ്ര ഗവൺമെന്റിന്റെ മുൻപാകെ തങ്ങളുടെ അവകാശം സംബന്ധിച്ച ഒരു ഡിമാൻഡും ഉന്നയിക്കുന്നില്ല. ആരാണ് തങ്ങളെ സഹായിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കി അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കട്ടെ. കേന്ദ്ര ഗവൺമെന്റിനാണ് ഇക്കാര്യത്തിൽ പ്രാഥമികമായ ഉത്തരവാദിത്തം. അപ്പോൾ ഒരു കേന്ദ്രമന്ത്രി അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ പാട്ടുപാടും ഡാൻസ് ചെയ്യുന്നല്ല അവർ ചെയ്യേണ്ടത്. അവരുടെ ആവശ്യങ്ങൾ അദ്ദേഹത്തിനോട് പറയാനുള്ള നട്ടെല്ലാം അവർക്ക് ഉണ്ടാവണം. ഞങ്ങൾ ആ സമരം ന്യായമാണ് എന്ന് ഞങ്ങൾക്ക് തോന്നിയപ്പോൾ ഞങ്ങൾ ആ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. പൂർണ്ണമായി ആ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. ഞങ്ങൾ ആ സമരം ന്യായമായ സമരമാണ്. ഇപ്പോൾ CITU ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. 2014 ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്ത് CITU നേതാവായ എളമരം കരീവ് നിയമസഭയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് 10,000 രൂപയ്ക്ക് ഓണറേറിയം വർദ്ധിപ്പിക്കണം. ലോക്സഭാ മണ്ഡല പുനർനിർണയത്തിൽ പ്രധാനമന്ത്രി ആശങ്ക അറിയിക്കാൻ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ വിളിച്ച യോഗത്തിലാണ് ഈ തീരുമാനം. 25 വർഷത്തേക്ക് കൂടി മണ്ഡല പുനർനിർണയം മരവിപ്പിക്കണമെന്ന് യോഗത്തിൽ ആവശ്യമുയർന്നു. என்னை பொறுத்தவரையில் இந்திய கூட்டாட்சியை காக்கும் வரலாற்றின் மிக மிக முக்கிய நாளாக இந்த நாள் அமையப் போகிறது. சென்சஸ் அடிப்படையில் மேற்கொள்ளவிருக்கும் மக்கள் தொகை அடிப்படையிலான தொகுதி மறுசீரமைப்பு என்பது നമ്മെ പോன்ற മാநிலങ്ങളെ വെകുവാക ബാധിക്കப் പോകുന്നത്. 4 മുഖ്യമന്ത്രിമാരും 2 ഉപമുഖ്യമന്ത്രിമാരും ഉൾപ്പെടെ 15 പാർട്ടികളുടെ നേതാക്കൾ MK സ്റ്റാലിൻ ഒരുക്കിയ കുടക്കീഴിൽ ഒത്തുകൂടി. സംസ്ഥാനങ്ങൾ ഒരുമിച്ച് നിന്നാൽ മണ്ഡല പുനർനിർണയത്തിനെതിരെ പൊരുതി ജയിക്കാനാകുമെന്ന് സ്റ്റാലിൻ. സീറ്റ് കുറയുന്നത് സംസ്ഥാനത്തെ രാഷ്ട്രീയ പ്രാതിനിധ്യം കുറയലാണെന്ന് നേതാക്കൾ ഒന്നടങ്കം അഭിപ്രായപ്പെട്ടു. ഫെഡറലിസം കേന്ദ്രത്തിന്റെ ഔദാര്യമല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഫെഡറലിസം ഈസ് നോട്ട് എ ഗിഫ്റ്റ് ഫ്രം ദ യൂണിയൻ but a right of the states. Our collective resistance is not just about seats. യോഗത്തിൽ പങ്കെടുത്ത പാർട്ടികളുടെ MPമാരുടെ കോർ കമ്മിറ്റി രൂപീകരിക്കും. മണ്ഡല പുനർനിർണയത്തിൽ പ്രധാനമന്ത്രിയെ കണ്ട് ആശങ്ക അറിയിക്കും. 25 വർഷത്തേക്ക് കൂടി മണ്ഡല പുനർനിർണയം മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെടാനും യോഗം തീരുമാനിച്ചു. യോഗത്തെ വിമർശിച്ച BJP ചെന്നൈയിൽ കരിങ്കൊടി പ്രതിഷേധം നടത്തി. ദേശീയ തലത്തിൽ ഇരുചേരിയുടെയും ഭാഗമല്ലാത്ത BRS, BJD, അകാലിദൾ പാർട്ടികളെ ചെന്നൈയിലെത്തിക്കാൻ കഴിഞ്ഞത് MK സ്റ്റാലിന് നേട്ടമായി. എന്നാൽ തൃണമൂൽ കോൺഗ്രസ് യോഗത്തിന് പങ്കെടുത്തില്ല. അടുത്ത യോഗം ഹൈദരാബാദിൽ ചേരും. ക്യാമറാമാൻ ശ്രീകാന്ത് ഗൗരീശപട്ടത്തോടൊപ്പം മുഹമ്മദ് റഹീസ്, 24 ചെന്നൈ. കാലിക്കറ്റ് സർവകലാശാലയിൽ SFI സ്ഥാപിച്ച സവർക്കർ ബാനറിൽ പരസ്യ അതൃപ്തിയുമായി ഗവർണർ രാജേന്ദ്ര അർലേക്കർ. എന്ത് ചിന്തയാണിതെന്നും സവർക്കർ എങ്ങനെയാണ് രാജ്യത്തിന് ശത്രുവായി മാറിയതെന്നും ഗവർണർ ചോദിച്ചു. ഗവർണറുടെ വിമർശനത്തിന് പിന്നാലെ ചാൻസലർ മതി, സവർക്കർ വേണ്ട എന്നെഴുതിയ ബാനർ സർവകലാശാല അധികൃതർ അഴിച്ചുമാറ്റി. ആദ്യമായാണ് കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് യോഗത്തിൽ ചാൻസലർ പങ്കെടുക്കുന്നത്. ചാൻസലർക്കെതിരായി SFI സ്ഥാപിച്ച ബാനറിനോട് ഗവർണർ അതൃപ്തി പരസ്യമാക്കി. ചാൻസലറെയാണ് വേണ്ടത്, സവർക്കറെയല്ല എന്ന ബാനർ ക്യാമ്പസിൽ കയറിയപ്പോൾ കണ്ടു. സവർക്കർ എന്നാണ് രാജ്യത്തിന് ശത്രുവായി മാറിയത്. രാജ്യത്തിന് വേണ്ടി ത്യാഗങ്ങൾ ചെയ്ത ആളാണ് സവർക്കർ എന്ന് ഗവർണർ. We said we need a Savarkar. We need Chancellor. Chancellor is here with you. You do now whatever you want to do with the Chancellor. But what bad things Savarkar has done? If you go through his educational thinking, you will understand what he has given to this society. ഇങ്ങനെയുള്ള ബാനറുകൾ എങ്ങനെ ക്യാമ്പസിൽ എത്തുന്നുവെന്നത് ശ്രദ്ധിക്കണമെന്ന് വൈസ് ചാൻസലറോട് ഗവർണർ നിർദ്ദേശിച്ചു. പ്രസംഗത്തിന് പിന്നാലെ പോലീസും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അധികൃതരും ചേർന്ന് ബാനർ നീക്കി. ആരിഫ് മുഹമ്മദ് ഖാൻ ചാൻസലറായിരിക്കെ ക്യാമ്പസിലെത്തിയപ്പോൾ SFI സ്ഥാപിച്ച ബാനറാണിത്. 24 തിരൂർ. പുതിയ
പുതിയ കമ്മിറ്റികളെ നിശ്ചയിക്കുന്നതിന് പാർട്ടി സമ്മേളനങ്ങളിൽ മത്സരം അനുവദിക്കേണ്ടെന്ന് CPI തീരുമാനം. എല്ലാ തെരഞ്ഞെടുപ്പുകളും സമവായത്തിലൂടെ വേണമെന്നാണ് സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെ നിർദ്ദേശം. സമ്മേളനങ്ങളിൽ അനാരോഗ്യകരമായ ചർച്ചകൾക്ക് വിലക്കേർപ്പെടുത്താനും സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെ നിർദ്ദേശം. 25ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി നടക്കുന്ന സമ്മേളനങ്ങൾ ലോക്കൽ തലം കടന്ന് മണ്ഡലം തലത്തിലേക്ക് എത്തുമ്പോഴാണ് CPI സംസ്ഥാന നേതൃത്വം പെരുമാറ്റച്ചട്ടം കൊണ്ടുവരുന്നത്. വ്യാഴാഴ്ച ചേർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവാണ് പെരുമാറ്റച്ചട്ടത്തിന് അന്തിമ രൂപം നൽകിയത്. അസിസ്റ്റന്റ് സെക്രട്ടറി E. ചന്ദ്രശേഖരൻ കൺവീനറായ സംഘടനാ സബ് കമ്മിറ്റിയാണ് പെരുമാറ്റച്ചട്ടം തയ്യാറാക്കിയത്. സമ്മേളനങ്ങളിൽ മത്സരം അനുവദിക്കേണ്ടതില്ലെന്നതാണ് പെരുമാറ്റച്ചട്ടത്തിലെ പ്രധാന നിർദ്ദേശം. പുതിയ കമ്മിറ്റികളുടെ തിരഞ്ഞെടുപ്പ് സമവായത്തിലൂടെയാകണം. സമവായ നിർദ്ദേശം അവഗണിച്ച് മത്സരത്തിലേക്ക് പോയാൽ ആ സമ്മേളനം നിർത്തിവെക്കും. മത്സര നീക്കത്തിന് പിന്നിൽ വിഭാഗീയത ഉണ്ടോ എന്ന് പരിശോധിച്ചുറപ്പാക്കാനാണ് സമ്മേളനം നിർത്തിവെക്കുന്നത്. ഇങ്ങനെ നിർത്തിവെക്കുന്ന സമ്മേളനങ്ങൾ മേൽഘടകത്തിലെ തീരുമാനപ്രകാരം പിന്നീട് പൂർത്തീകരിക്കും. നിർത്തിവെക്കുന്ന സമ്മേളനങ്ങൾ പാർട്ടി കോൺഗ്രസ് ശേഷമേ നടക്കാൻ സാധ്യതയുള്ളൂ. വിഭാഗീയ ശ്രമങ്ങൾ നടക്കുന്ന കമ്മിറ്റികൾ നേതൃത്വത്തിൻ്റെ ശക്തമായ ഇടപെടൽ ഉണ്ടാകണമെന്നും പെരുമാറ്റച്ചട്ടം നിർദ്ദേശിക്കുന്നുണ്ട്. സമ്മേളനങ്ങൾ വ്യക്തികേന്ദ്രീകൃതവും അനാരോഗ്യകരവുമായ ചർച്ചകളുണ്ടാകുന്നതും തടയും. ചർച്ചകൾ ചോർന്ന് മാധ്യമങ്ങളിൽ എത്തിക്കുന്നത് നിയന്ത്രിക്കണമെന്നും പെരുമാറ്റച്ചട്ടത്തിൽ പറയുന്നുണ്ട്. പുതിയ കമ്മിറ്റി നിശ്ചയിക്കുമ്പോൾ മത്സരം ഒഴിവാക്കണമെന്ന നിർദ്ദേശത്തിൽ നേതാക്കൾക്ക് കടുത്ത എതിർപ്പുണ്ട്. പ്രതിനിധികളുടെ ജനാധിപത്യപരമായ അവകാശങ്ങൾ നിഷേധിക്കലാണെന്നാണ് വിമർശനം. R. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. പിണറായി വിജയനെ കൂടാതെ CPM പോളിറ്റ് ബ്യൂറോ അംഗങ്ങളിൽ മറ്റു ചിലർക്ക് കൂടി പ്രായപരിധിയിൽ ഇളവുണ്ടായേക്കുമെന്ന് സൂചന. മണിക് സർക്കാരിനും ബൃന്ദ കാരാട്ടിനും ഇളവ് ലഭിക്കാനാണ് സാധ്യത. അതേസമയം 24ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള നിർണായക CPM കേന്ദ്ര കമ്മിറ്റി യോഗം ഡൽഹിയിൽ ചേർന്നു. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെ പ്രായപരിധി 75 എന്നത് കർശനമായി പാലിക്കാനായിരുന്നു നേരത്തെയുള്ള തീരുമാനം. എന്നാൽ പ്രായപരിധി കർശനമായി പാലിച്ചാൽ 7 PB അംഗങ്ങൾ ഒന്നിച്ചൊഴിയേണ്ടി വരും. അനുഭവ സമ്പത്തുള്ള നേതാക്കൾ ഒന്നിച്ചൊഴിയുന്നത് പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് ചില നേതാക്കൾ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തവണയും ഇളവുണ്ടാകുമെന്ന് നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. ദേശീയ തലത്തിൽ സജീവമായ ചില നേതാക്കൾക്ക് കൂടി ഇളവ് നൽകണമെന്ന അഭിപ്രായമുണ്ട്. അങ്ങനെയെങ്കിൽ മണിക് സർക്കാരിനും ബൃന്ദ കാരാട്ടിനും ഇളവ് ലഭിക്കാനാണ് സാധ്യത. അതേസമയം ഇന്നത്തെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പ്രായപരിധി ചർച്ചയാകില്ലെന്ന് PB അംഗം MA ബേബി 24നോട് പറഞ്ഞു. പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ച് ചേരുന്ന PBCC യോഗങ്ങളിലുമാണ് ചർച്ച ചെയ്യേണ്ടത്. ഇവിടെ അതിനെക്കുറിച്ചുള്ള യാതൊരു ചർച്ചയും ഉണ്ടാവില്ല. പ്രായപരിധിയിൽ ഇളവുണ്ടാകില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. ഗൗരവമുള്ളൊരു ചോദ്യമായതുകൊണ്ട് ഗൗരവമുള്ള ഉത്തരം പറയാം, ഇല്ല. പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി മധുരയിൽ ചേരുന്ന പോളിറ്റ് ബ്യൂറോ കേന്ദ്ര കമ്മിറ്റി യോഗങ്ങളിലായിരിക്കും ഇത് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനമെടുക്കുക. പ്രായപരിധിയുടെ പേരിൽ ഒഴിയുന്ന നേതാക്കൾക്ക് അവർക്ക് അനുഭവ സമ്പത്തുള്ള മേഖലകളിൽ ചുമതലകൾ നൽകുന്നത് സംബന്ധിച്ചും പാർട്ടി കോൺഗ്രസിൽ തീരുമാനമെടുക്കും. 24, ഡൽഹി. പെരുമ്പിലാവ് കൊലപാതകത്തിലെ മുഖ്യപ്രതി ലിഷോയെ പോലീസ് പിടികൂടിയത് അതിസാഹസികമായി. നേരം പുലരുന്നത് വരെ വീടിന് പിന്നിലെ കുറ്റിക്കാട്ടിലെ കുളക്കരയിലാണ് ലിഷോയ് ഒളിച്ചിരുന്നത്. പോലീസിനെ കണ്ടതോടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ സിനിമാ സ്റ്റൈൽ രംഗങ്ങളിലൂടെയാണ് പോലീസ് കീഴ്പ്പെടുത്തിയത്. ഇന്നലെ രാത്രി മുതൽ മുഖ്യപ്രതി ലിഷോയ്ക്ക് വേണ്ടി വ്യാപക തിരച്ചിലായിരുന്നു പോലീസ് നടത്തിയത്. പക്ഷെ ഒരു സൂചനയും ഉണ്ടായിരുന്നില്ല. നേരം പുലർന്നു തുടങ്ങി. സമയം 6:10. ലിഷോയുടെ ടവർ ലൊക്കേഷൻ പുലർച്ചെ വീടിന് സമീപം ലഭിച്ചിരുന്നുവെന്ന വിവരം പോലീസിന് ലഭിക്കുന്നു. സമീപത്തെ പാടവരമ്പിലൂടെ ഒരു ഉദ്യോഗസ്ഥൻ തെരച്ചിൽ നടത്തുന്നതിനിടയിലാണ് കുളത്തിൽ ഒളിച്ചിരിക്കുന്ന ലിഷോയ് പുറത്തു ചാടുന്നത്. പ്രതിക്ക് പിന്നാലെ പോലീസ് സംഘം പാഞ്ഞു. 500 മീറ്റർ ദൂരം ഓടിയ ലിഷോയെ പിന്നീട് കണ്ടില്ല. സമീപത്തെ വീടുകളിൽ കയറാൻ സാധ്യതയുണ്ടെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. ഇതിനിടയിൽ 300 മീറ്റർ ചുറ്റളവിൽ പോലീസ് അരിച്ചു പെറുക്കി. പോലീസ് കാടിളക്കി തെരച്ചിൽ നടത്തുമ്പോൾ സമീപത്തെ വീട്ടിലെ കട്ടിലിനടിയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു വീണ്ടും ലിഷോയ്. പോലീസ് സമീപത്തില്ലെന്ന് കണ്ട പുറത്തു ചാടി. പക്ഷേ പിടി വീണു. ബലപ്രയോഗം നടത്തി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ ഏറെ സാഹസികമായി പോലീസ് വരുതിയിലാക്കി. പ്രതിയെ മേഖലയിൽ അധികനേരം നിർത്തിയാലുള്ള സുരക്ഷാ ഭീഷണികൾ മുന്നിൽ കണ്ട പോലീസ് ഞൊടിയിടയിൽ പോലീസ് സ്റ്റേഷനിലേക്ക്. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ വൈദ്യപരിശോധന നടത്തി പുറത്തിറങ്ങുമ്പോൾ തന്നെ സാഹസികമായി പിടികൂടിയ പോലീസിനെ പ്രതി തന്നെ പ്രശംസിച്ചു. ഒരു രാത്രി ലിഷോയ് ചിലവഴിച്ചത്
ഈ കുളക്കരയിലാണ്. രാവിലെ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പിടികൂടുന്നത് പോലീസ് ഏറെ പണിപ്പെട്ടു. ഇനിയും കൂടുതൽ പേർ പിടിയിലാകാനുണ്ടെന്നതാണ് പോലീസിന്റെ കണ്ടെത്തൽ. തൃശ്ശൂരിൽ നിന്നും സൂരജ് ജി, 24. കൊല്ലം ആയൂരിൽ മാതാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം മകൻ ആത്മഹത്യ ചെയ്തു. ആയൂർ ഇളമാട് സ്വദേശി രഞ്ജിത്താണ് ആത്മഹത്യ ചെയ്തത്. മാതാവ് സുജാതയ്ക്ക് ഗുളിക നൽകിയതിനു ശേഷം ഷാൾ മുറുക്കി രഞ്ജിത്ത് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. മാതാവ് മരിച്ചെന്ന് കരുതിയാണ് രഞ്ജിത്ത് ആത്മഹത്യ ചെയ്തത്. സാമ്പത്തിക ബാധ്യതയെ തുടർന്നാണ് രഞ്ജിത്ത് അമ്മയെ കൊലപ്പെടുത്തി ജീവനൊടുക്കാൻ തീരുമാനിച്ചത് എന്ന് ബന്ധുക്കൾ പറഞ്ഞു. സുജാതയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് താമരശ്ശേരിയിൽ ഇന്നലെ പോലീസിനെ കണ്ട് യുവാവ് വിഴുങ്ങിയത് MDMA തന്നെ. താമരശ്ശേരി അരയത്തുംചാലിൽ സ്വദേശി ഫായിസ് ആണ് MDMA വിഴുങ്ങിയത്. കൂടുതൽ വിദഗ്ധ പരിശോധന നടത്താനാണ് പോലീസിന്റെ തീരുമാനം. താമരശ്ശേരി അരിയത്തുംചാൽ സ്വദേശി ഫായിസ് ആണ് MDMA വിഴുങ്ങിയത്. അമ്മയെയും ഭാര്യയെയും കുഞ്ഞിനെയും കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി ബഹളം വയ്ക്കുകയായിരുന്ന യുവാവിനെ നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് പിടികൂടുകയായിരുന്നു. ഇതിനിടെയാണ് MDMA വിഴുങ്ങിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയാണ് പ്രതി. സ്കാനിങ്ങിനിടെ വയറ്റിൽ തരിതരി പോലുള്ള സാധനം കണ്ടെത്തി. ഇത് MDMA ആണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇത് പുറത്തെടുക്കാനുള്ള ശ്രമം തുടരുകയാണ്. യുവാവിന് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാത്തതിനാൽ അത്യാഹിത വിഭാഗത്തിൽ നിന്ന് വാർഡിലേക്ക് മാറ്റി. ആഴ്ചകൾക്ക് മുമ്പ് താമരശ്ശേരി അമ്പായത്തോട്ടിൽ MDMAയും കഞ്ചാവും അടങ്ങിയ പാക്കറ്റ് വിഴുങ്ങിയതിനെ തുടർന്ന് മരിച്ച ഷാനിദിന്റെ സുഹൃത്താണ് ഫായിസ്. 24 കോഴിക്കോട്. മലപ്പുറം പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരിയിൽ ഉത്സവത്തിനിടെ വെടിവെപ്പ്. ഗുരുതരമായി പരിക്കേറ്റ ചെമ്പ്രശ്ശേരി സ്വദേശി ലുക്മാനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. 2 തോക്കുകളും കമ്പിവടികളുമായാണ് അക്രമി സംഘം എത്തിയതെന്ന് പരിക്കേറ്റവർ പറഞ്ഞു. ഉത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ ചെമ്പ്രശ്ശേരി സ്വദേശി ലുക്മാനാണ് വെടിയേറ്റത്. സംഘർഷത്തിൽ ലുക്മാന്റെ സുഹൃത്തുക്കൾക്കും പരുക്കുപറ്റിയിട്ടുണ്ട്. ആയുധങ്ങളുമായി എത്തിയ സംഘം ആക്രമിക്കുകയായിരുന്നുവെന്ന് പരുക്കേറ്റവർ പറഞ്ഞു. ലുക്മാൻ പറഞ്ഞ എൻ്റെ സുഹൃത്ത്, നമ്മളൊക്കെ സുഹൃത്താണ്. ഇവിടെ വെടി കൊണ്ടിട്ട് ഇതിൽ തുളഞ്ഞാണ് പോയി. പോകാൻ പറയണേ, എടാ എനിക്ക് വെടി കൊണ്ടുകണേ. പിന്നെ അവന് സൗണ്ടില്ല, മുഖമൊക്കെ നീര് വന്ന്. ഇരുമ്പ് വടിയൊക്കെ ആയിട്ട് അടി, കാലിനടിയിട്ടിട്ട് കാല് പൊട്ടിക്കണേ. അതേപോലെ മൂക്കിനെ ഇപ്പോൾ പിന്നെ CT സ്കാൻ എടുത്തപ്പോൾ അതിൽ പൊട്ടുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പിന്നെ അതേപോലെ കയ്യിന് ചെറിയൊരു ചതവുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാതെ നിൽക്കുന്ന ടൈമിലായി അടിക്കണം. എന്തിനാ അടിച്ച് എങ്ങനെ അടിച്ചൊന്നും നമുക്ക് ഇപ്പോഴും അറിയില്ല. ഇവരെന്തിനു വന്ന് അടിച്ചു എന്നുള്ളത്. ഇവരുടെ അടുത്ത് തോക്കൊക്കെയാണ്. നാട്ടിലിപ്പോൾ ഒരാൾ തോക്കും കൊണ്ട് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അത്രയും റൗഡീസം തന്നെയാണല്ലോ. നമ്മളിത് പ്രതീക്ഷിക്കണോ കൂടിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് നാട്ടിലൊരു വ്യക്തിൻ്റെ കയ്യിൽ തോക്ക് കാണുന്നത്. പ്രദേശത്ത് നേരത്തെ നടന്ന ഉത്സവത്തിൽ പ്രാദേശികമായി ചേരിതിരിഞ്ഞ് സംഘർഷമുണ്ടായിരുന്നു. കൊടമശ്ശേരിയും ചെമ്പ്രശ്ശേരി ഈസ്റ്റും തമ്മിലായിരുന്നു സംഘർഷം. ഇതിന്റെ തുടർച്ചയാണ് പുതിയ സംഭവം. സംഘർഷത്തിൽ പാണ്ടിക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. മലപ്പുറം ബ്യൂറോക്കൊപ്പം 24 കോഴിക്കോട്. കൊല്ലത്ത് MDMAയുമായി പിടിയിലായ യുവതിയുടെ സ്വകാര്യ ഭാഗത്ത് ഒളിപ്പിച്ച നിലയിൽ വീണ്ടും MDMA കണ്ടെത്തി. വൈദ്യപരിശോധനയിലാണ് 46 ഗ്രാം MDMA കണ്ടെത്തിയത്. അഞ്ചാലുമൂട് സ്വദേശി അനില രവീന്ദ്രനാണ് ഇന്നലെ പിടിയിലായത്. കൊല്ലം ജില്ലയിൽ MDMAയുടെ പ്രധാന കരിയറാണ് പിടിയിലായതെന്ന് പോലീസ്. ബംഗളൂരുവിൽ നിന്ന് കർണാടക രജിസ്ട്രേഷൻ വാഹനത്തിൽ കൊല്ലത്തേക്ക് MDMA എത്തുന്നുവെന്ന രഹസ്യ വിവരമാണ് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണന് ലഭിച്ചത്. തുടർന്ന് കൊല്ലം സിറ്റി ACP ഷെരീഫിന്റെ നേതൃത്വത്തിൽ നഗരത്തിൽ 3 സംഘങ്ങളായി പരിശോധന ആരംഭിച്ചു. ഇതിനിടയിൽ നീണ്ടകരയിൽ നിന്ന് പോലീസ് ആവശ്യപ്പെട്ടിട്ടും നിർത്താതെ പോയ കർണാടക രജിസ്ട്രേഷൻ വാഹനം പിന്തുടർന്ന് പിടിച്ചതോടെയാണ് അനില രവീന്ദ്രൻ കുടുങ്ങിയത്. പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച യുവതിക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിട്ടതോടെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ സ്കാനിങ്ങിലാണ് യുവതിയുടെ ജനനേന്ദ്രിയത്തിൽ ഒളിപ്പിച്ച നിലയിൽ 46 ഗ്രാം MDMA പിടികൂടിയത്. കൊല്ലം നഗരത്തിലെ സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും കൊണ്ടുവന്ന MDMA ആണ് പിടികൂടിയതെന്ന് പോലീസ് പറഞ്ഞു. കൊല്ലം സിറ്റി പോലീസ് ഈ മാസം നടത്തിയ 4ാമത്തെ വലിയ MDMA വേട്ടയാണിത്. 24 കൊല്ലം. അക്രമത്തിനും ലഹരിക്കുമെതിരെ 24ന്റെ ജനകീയ പ്രതിരോധ യാത്ര തുടരുന്നു. ജനഹൃദയങ്ങൾ കീഴടക്കി SKN40. VPS Lakeshore presents SKN40, presented by VPS Lakeshore, co-presented by Lulu Group India, Ujala Fabric Conditioner, co-powered by MyG Future, Xylem Learning App, Indian Institute of Commerce, Lakshya, celebrating partners, Joya Lucas, Jain deemed to be University Kochi, VKC Dibon, Swayamvara Silks,
NIMS, a unit of NI Educational Trust. MGM Educational Institutions. Medimix, Benny's Royal Tours Private Limited. Rich Max Finvest, G-Tech Computer Education. Milma, New Rajasthan Marbles. പത്തനംതിട്ടയുടെ ഹൃദയങ്ങളിൽ ലഹരി വിരുദ്ധ സന്ദേശം എത്തിച്ച് SKN40 ജില്ലയിൽ പര്യടനം പൂർത്തിയാക്കി. വൻ വരവേൽപ്പാണ് കേരള യാത്രയ്ക്ക് പത്തനംതിട്ട നൽകിയത്. യാത്ര നാളെ ആലപ്പുഴയിൽ പ്രവേശിക്കും. പമ്പയാറും പള്ളിയോടവും പടയണിയും വഞ്ചിപ്പാട്ടും ആറന്മുള കണ്ണാടിയുമടക്കം പത്തനംതിട്ടയുടെ സവിശേഷതകളെ തൊട്ടറിഞ്ഞുള്ള യാത്ര. ഇന്നലെ അടൂരിൽ നിന്നും ആരംഭിച്ച ലഹരിക്കെതിരായ സന്ദേശം പത്തനംതിട്ടക്കാരുടെ മനസ്സുകളിൽ നിറച്ച യാത്ര ഇന്നും മുന്നേറി. ആറന്മുള ക്ഷേത്രത്തിന് മുന്നിൽ നിന്നും മോർണിംഗ് ഷോയോടെ തുടക്കം. അൻപത്തിയാറ് വർഷം മുൻപുണ്ടായ വിമാനാപകടത്തിൽ വീരമൃത്യു വരിച്ച ധീരജവാൻ തോമസ് ചെറിയാന്റെ കാരൂർ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് പള്ളിയിലെ ശവകുടീരം SKN സന്ദർശിച്ചു. ശേഷം തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥികളുമായി ലഹരി വിരുദ്ധ സംവാദം. ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന വിഷയം ലഹരി എന്നുള്ളതാണ്. ഇന്നത്തെ തലമുറ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ലഹരിക്കെതിരെ തലമുറയെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മളിൽ നിക്ഷിപ്തമായ. തലമുറ 3 തവണ റിപ്പീറ്റ് ചെയ്തു, ഇന്ന് റിപ്പീറ്റ് ചെയ്തു. തലമുറ 3 തവണ, ഇന്ന് 2 തവണ. അപ്പോൾ കപ്പ് 1 തവണ. മാർത്തോമ സഭയുടെ ആസ്ഥാനത്ത് സഭാ സെക്രട്ടറി എബി മാമന്റെ നേതൃത്വത്തിൽ കേരള യാത്രയെ സ്വീകരിച്ചു. വൈദിക മേധാവികളെ യാത്രയുടെ പ്രാധാന്യം അറിയിച്ചു, നിർദ്ദേശങ്ങൾ തേടി. അപ്പോൾ മാർത്തോമ സഭയുടെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. നിങ്ങളുടെ സഭയായിട്ട് ഏതെങ്കിലും രീതിയിൽ സഹായിക്കാനായിട്ട് സാധിക്കുമെങ്കിൽ ഞങ്ങളെല്ലാം എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന ഒരു പ്രാവശ്യം കൂടെ ഉറപ്പ് തരികയാണ്. തിരുവല്ല KSRTC പരിസരത്ത് നടന്ന സമാപന സദസ്സിന് മുന്നോടിയായി വിദ്യാർത്ഥികളുടെ വൈവിധ്യമാർന്ന പ്രകടനങ്ങൾ. ജനപ്രതിനിധികൾക്കും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കും പുറമെ ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസ്, യോഗക്ഷേമ സഭാ നേതാവ് അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട് തുടങ്ങി നിരവധി പ്രമുഖർ സമാപന സദസ്സിൽ പങ്കാളികളായി. എഴുത്തുകാരൻ ബെന്യാമിൻ, ആന്റോ ആന്റണി MP, പ്രമോദ് നാരായണൻ MLA എന്നിവരും വിവിധയിടങ്ങളിലെത്തി കേരള യാത്രയ്ക്ക് പിന്തുണ അറിയിച്ചു. ജില്ലയിലെ പോലീസ് എക്സൈസ് മേധാവികളും SKN40 ചേർന്നു. 24 പത്തനംതിട്ട. വാർത്തമഴയിലേക്ക് വീണ്ടും സ്വാഗതം. നടൻ സുശാന്ത് സിംഗ് രജപുത്തിൻ്റേത് ആത്മഹത്യ തന്നെയെന്ന് CBI. അന്വേഷണ സംഘം അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചു. കൊലപാതകം എന്നതിന് തെളിവില്ല എന്നാണ് CBIയുടെ കണ്ടെത്തൽ. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ശ്രീനാഥ്, ഏറെ കോളിളക്കം ഉണ്ടാക്കിയതാണ് രജപുത്തിൻ്റെ മരണവും അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളും ഒക്കെ. എന്താണ് ഒടുവിൽ CBI കണ്ടെത്തിയിരിക്കുന്നത്? വിജയകുമാർ, മുംബൈയിലെ പ്രത്യേക കോടതിയിലാണ് ഇപ്പോൾ CBI ഒരു അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. ഈ സംഭവത്തിൽ, ഈ കേസിൽ ആരോപിക്കപ്പെട്ടതുപോലെ സുശാന്ത് സിംഗിനെ മരണത്തിലേക്ക് നയിച്ചതിന് പിന്നിൽ മറ്റാരും ഇല്ല. ഇതൊരു ആത്മഹത്യ തന്നെയാണ് എന്നതാണ് CBIയുടെ കണ്ടെത്തൽ. പ്രത്യേകിച്ച് ഫോറൻസിക് പരിശോധന ഫലമടക്കമുള്ള നിർണായകമായ ശാസ്ത്രീയമായ എല്ലാ തെളിവുകളും പരിശോധിച്ചതിന് ശേഷമാണ് CBI ഇങ്ങനെ ഒരു റിപ്പോർട്ടിലേക്ക് എത്തുന്നത്. നമുക്കറിയാം, 2020 ജൂൺ 14-ാം തീയതിയാണ് സുശാന്ത് സിംഗ് രാജ്പുത്ത് മരിക്കുന്നത്. അതിന് പിന്നാലെ കാമുകിയായ റിയ ചക്രവർത്തിയാണ് ഈ മരണത്തിന് ഈ ആത്മഹത്യക്ക് പുറകിൽ അദ്ദേഹത്തെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നയിച്ചത് എന്നതായിരുന്നു സുശാന്തിന്റെ അച്ഛനടക്കം ആരോപിച്ചത്. പിന്നീട് ബീഹാറിൽ മുംബൈ പോലീസ് കേസെടുത്തതിന് പിന്നാലെ ബീഹാറിലും ഒരു ആത്മഹത്യാ പ്രയത്ന കുറ്റം പോലീസ് എടുത്തു. അതാണ് പിന്നീട് CBIക്ക് കൈമാറിയത്. ബീഹാർ സർക്കാരാണ് യഥാർത്ഥത്തിൽ ഈ കേസ് CBIക്ക് കൈമാറുന്നത്. പക്ഷേ ഈ നീണ്ട കാലത്തെ അന്വേഷണത്തിനൊടുവിലും ഇത് ആത്മഹത്യ എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല.
വിഷാദ രോഗം സുശാന്തിനെ ബാധിച്ചിരുന്നു എന്നതാണ് CBIയുടെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ. അതേ തുടർന്നാണ് അദ്ദേഹം ഇങ്ങനെയൊരു നടപടിയിലേക്ക്, ആത്മഹത്യയിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നത് എന്നതാണ് CBI ഈ റിപ്പോർട്ടിൽ പറയുന്നതും. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് പിന്നീട് EDയും NCB നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അടക്കമുള്ള ഏജൻസികൾ അന്വേഷിച്ചതാണ്. ഇതിന്റെ പല വാദങ്ങൾ ഈ സുശാന്തിന്റെ അച്ഛൻ ഉന്നയിച്ച പല വാദങ്ങളും, ഈ സാമ്പത്തികമായ വാദങ്ങൾ, അത് EDയും ലഹരി ഉപയോഗിക്കപ്പെട്ടു എന്നുള്ള ആരോപണം NCBയും ഒക്കെ അന്വേഷിച്ചു. NCBയുടെ കേസിൽ ഏതാണ്ട് 28 ദിവസത്തോളം റിയ ചക്രവർത്തി ജയിലിലും കഴിഞ്ഞു. പക്ഷേ ഏതായാലും ഈ കേസുകളൊക്കെ അന്തിമമായി വരുന്ന ഈ അന്തിമ റിപ്പോർട്ടുകളിലൊക്കെ തന്നെ റിയ ചക്രവർത്തിയെ കുറിച്ചുള്ള ഒരു ബന്ധവും ഈ കേസിൽ എന്തെങ്കിലും തരത്തിൽ ആത്മഹത്യ പ്രേരണ അടക്കമുള്ള ഒരു സാഹചര്യത്തിലും റിയയെ ബന്ധിപ്പിക്കാനുള്ള ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വിജയകുമാർ. യെസ്, സുശാന്ത് സിംഗ് രജപുത്തിൻ്റേത് ആത്മഹത്യ തന്നെ എന്നാണ് CBI ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചു. കൊലപാതകം എന്നതിന് തെളിവില്ല. റിയ ചക്രവർത്തിക്കെതിരെ ഈ റിപ്പോർട്ടുകളിൽ പരാമർശവുമില്ല. ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കിയിൽ കാട്ടാന പടയപ്പ വീണ്ടും ജനവാസ മേഖലയിലെത്തി. ദേവികുളം ലോഘാട്ട് എസ്റ്റേറ്റ് ലയം ആക്രമിച്ചു. ആന ജനവാസ മേഖലയ്ക്ക് സമീപം ഇപ്പോഴും തുടരുകയാണ്. രാഹുൽ വിജയൻ വിവരങ്ങൾ നൽകും ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, ആന ഇപ്പോഴും രാത്രിയിലും ജനവാസ മേഖലയിൽ തന്നെയാണോ? വിജയകുമാർ, ഒരിടവേളയ്ക്ക് ശേഷമാണ് പടയപ്പ വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങി അക്രമം നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആന ഇപ്പോഴും ഈ ജനവാസ മേഖലയ്ക്കടുത്തുള്ള സ്ഥലത്തുണ്ട്, ചോരവനത്തിലുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. വൈകിട്ട് 8:30 ഈ കാട്ടാന ലോഘാട്ട് എസ്റ്റേറ്റിലെ ലയത്തിന് നേരെ ആക്രമണം നടത്തുന്നത്. ലയത്തിന്റെ മുൻഭാഗം തകർന്നിട്ടുണ്ട്. ഈ വീട്ടിൽ ആളുണ്ടായിരുന്നു. പിന്നീട് ഉടൻ തന്നെ RRT സംഘം ഇവിടെ എത്തി ആനയെ ആ സമീപത്തുള്ള പ്രദേശത്തേക്ക് തുരത്തുകയായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും മേഖലയിൽ ഇപ്പോഴും RRTയുടെ നിരീക്ഷണമുണ്ട്. പകൽ സമയങ്ങളിലൊക്കെ ഈ ലോഘാട്ട് എസ്റ്റേറ്റ് മേഖലയിലായിരുന്നു പടയപ്പ് ഉണ്ടായിരുന്നു. മാത്രമല്ല, ഈ പടയപ്പയെ അനാവശ്യമായിട്ട് പ്രകോപിപ്പിക്കുന്ന നടപടി ഇപ്പോഴും ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അതിന്റെ ചില ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. ആന വരുന്നതിന് തൊട്ട് മുൻപിൽ നിന്ന് ദൃശ്യങ്ങൾ പകർന്നടക്കമുള്ള കാര്യങ്ങൾ ഈ ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അനാവശ്യ പ്രകോപനം ആനയെ കൂടുതൽ അക്രമകാരിയാക്കുന്നു എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത്. അതുകൊണ്ട് ആളുകൾ ജാഗ്രത പാലിക്കുക കൂടി ചെയ്യണം. അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ തടയുക അത്ര എളുപ്പമായിരിക്കില്ല എന്ന് വനംവകുപ്പ് പറയുന്നുണ്ട്. എന്തായാലും ആളുകൾക്ക് ആശങ്കയുണ്ട് ഇങ്ങനെ ഒരു സംഭവം നടന്നതിൽ. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ശുഭരാത്രി.